നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചേന്നമ്പള്ളിയിലാണ്. ഇവിടെ ഒരു വാഹന അപകടം സംഭവിച്ചിരിക്കുകയാണ്. വടശ്ശേരിക്കരക്കാരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിയന്ത്രണം വിട്ട വാഹനം ഈ ചേന്നമ്പള്ളിയിലെ ഒരു ഓടയിലേക്ക് പതിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കോട്ടയം ഭാഗത്തു നിന്ന് വാഹനമാണ്. ഈ വാഹനം ഇതിൽ ഇങ്ങനെ വന്ന് നേരെ ഇതിലേക്ക് പതിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനം ഇപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് കിടക്കുകയാണത്. ഈ അപകടം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വടശ്ശേരിക്കരയിലുള്ള ആൾക്കാരാണ്. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരുടെ ഒരു ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. കാറിൽ 3 സ്ത്രീകളും ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. നിസ്സാരമായ ചെറിയ പരിക്കുകളേ ഉള്ളൂ. സാരമായ പരിക്കുകൾ ആർക്കും സംഭവിച്ചിട്ടില്ല. പാമ്പാടി പോലീസ് കൃത്യമായി തന്നെ സ്ഥലത്തെത്തി. അപ്പോൾ തന്നെ അവിടെ ലഗേജുകളൊക്കെ ഉണ്ട്. അശ്വതിപ്പോതിൻ്റെ ലഗേജുകളാണിത്. ഇതെല്ലാം എടുത്ത് കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നാണ് ഇവരെ ഇവിടുന്നും വെളിയിൽ കയറ്റിയത്. പാമ്പാടി ഇപ്പോൾ വണ്ടിയുടെ വൈപ്പർ തന്നെ ഇപ്പോൾ വർക്കാവുന്നുണ്ട്. ചേട്ടാ അതിലെങ്ങനെ ഇറങ്ങിയ ഇഞ്ച സ്വിച്ച് നിർത്ത്. വണ്ടിയുടെ വൈപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് വർക്കായിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാം, ഇത് ചേന്നമ്പള്ളിയിലാണ്. ചേന്നമ്പള്ളി കവലയ്ക്ക് തൊട്ടടുത്ത്, അതായത് ഡിവൈഎഫ്ഐയുടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്. ആ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് ഉള്ള സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് വൈപ്പർ കീ ഓഫ് ചെയ്യാൻ വേണ്ടി ആളിറങ്ങുകയാണ്. അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കുകളില്ല. വാഹനത്തിൽ 4 സ്ത്രീകളും ഒരു ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് പകർത്താം. ഇപ്പോൾ ഈ ദൃശ്യം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഇപ്പോൾ വണ്ടിക്കകത്ത് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ എഞ്ചിൻ കീ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവർ ബൈപ്പാസ് സർജറി കഴിഞ്ഞ, അതായത് വാഹനം ഓടിച്ച ആളുടെ ഏതോ റിലേറ്റീവിന്, എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്കത്ര വ്യക്തമായില്ല, ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അവർ തിരിച്ച് വടശ്ശേരിക്കരയ്ക്ക് പോകുന്ന വഴിയിൽ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. നിയന്ത്രണം വിട്ട് ഈ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ബാരിക്കേഡുകളൊന്നും പിടിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. ചേന്നമ്പള്ളി കവലയിൽ ഒരു മാസം മുമ്പ് വാഹനം ഇടിച്ചെറിപ്പിച്ച കലിങ്ങ് പുനഃസ്ഥാപിച്ചിട്ടില്ല. അവിടെ 2 കമ്പൊക്കെ വെച്ച് കെട്ടി അധികാരികൾ വളരെ രസകരമായി അതിനെ മറച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ അപകടം കുറയോ എന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പം നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ചേന്നമ്പള്ളി കവല എന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരിക്കൽ കൂടി പറയാം, ഇപ്പോൾ പുതിയതായിട്ട് ലൈവിൽ വന്നവർക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചേന്നമ്പള്ളി കവലയിൽ ഒരു അപകടം നടന്നിരിക്കുകയാണ്. നിയന്ത്രണം വിട്ട ഒരു വാഹനം തോട്ടിലേക്ക് പതിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നത്. അല്ല, ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ നമുക്കത് വളരെ വ്യക്തമായി തന്നെ കാണാം. പാമ്പാടി പോലീസ് ഈ അപകടം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് അധികാരികൾ, SI ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നൂറാണ്
ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പോലീസ് ഉൾപ്പെടെയുള്ളവർ വെളിയിൽ എടുത്തു വെച്ച ലഗേജുകളാണ് ഈ കാണുന്നത്. ഇവർ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചത്. അദ്ദേഹത്തിൻ്റെ മണ്ണും ചെളിയൊക്കെ പുരണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പാമ്പാടി ചേന്നമ്പള്ളി കവലയ്ക്ക് സമീപം കവലയോട് ചേർന്ന് തന്നെ ഉള്ള തോട്ടിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം പതിച്ചിരിക്കുകയാണ്. ഈ വാഹനം കോട്ടയം ഭാഗത്തു നിന്നും വന്ന വാഹനമാണ്. ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് ലൈവിൽ എത്തിയവർക്ക് വേണ്ടി മാത്രമാണ്. നേരത്തെ ഉള്ളവർ സ്റ്റേ ചെയ്യുക. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ ശ്രമിക്കുകയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് 4 പേരാണ്. ഡ്രൈവർ ഉൾപ്പെടെ 5 പേര്, യാത്രക്കാരായി 4 പേരാണ്. 4 പേരും സ്ത്രീകളായിരുന്നു. അതിനകത്ത് ആർക്കും ഗുരുതര പരിക്കുകളൊന്നുമില്ല, നിസ്സാര പരിക്കുകളേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ഹൈവേയിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ പാമ്പാടി മേഖലകളിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും റോഡ് കയ്യേറി കാട് വളർന്നിരിക്കുന്നൊരവസ്ഥയാണ്. നമ്മൾ ചേന്നമ്പള്ളി മുതൽ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇറക്കത്തിൻ്റെ ഭാഗത്തൊക്കെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ദിവസം മുമ്പ് പാമ്പാടിക്കാർ ന്യൂസ് ഈ കാര്യങ്ങൾ ഒരു വാർത്തയായി ചെയ്തിരുന്നു. ചേന്നമ്പള്ളി കവലയിൽ ഒരു വാഹനം ഇടിച്ചിട്ട കലിങ് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അത് കൂടുതൽ അപകട സാധ്യത വിളിച്ചു വരുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഒരു ബാരിക്കേഡർ വേണമെന്ന് നാട്ടുകാരുടെ പണ്ട് തൊട്ടേയുള്ളൊരു ആവശ്യമാണ് ഈ ഒരു ഹൈവേയുടെ ഈ തോടിൻ്റെ സൈഡിൽ. കാരണം പെട്ടെന്നൊരു വാഹനം വന്നാൽ ഇടിച്ചു നിൽക്കുക ഈ കുഴിയിലേക്ക് വീഴാതെ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ അത് സഹായിക്കും എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. പാമ്പാടി പോലീസ് സംഘം സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ അവർ വളരെ കൃത്യമായി തന്നെ ഇവരുടെ കാര്യങ്ങൾക്കകത്തെല്ലാം ഇടപെട്ട് അവരെ ലഗേജുകളും കാര്യങ്ങളും സുരക്ഷിതമായ രീതിയിലേക്ക് എത്തിക്കുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന ഒരിക്കൽ കൂടി പറയാം. പാമ്പാടി, കോട്ടയം ജില്ല പാമ്പാടി ചേന്നമ്പള്ളി കവലയ്ക്ക് സമീപം ഒരു വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് പുതിയതായി ലൈവിൽ വരുന്നവർക്ക് വേണ്ടിയാണ്. ഓക്കെ, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൊത്തം 5 പേരാണ്. ഡ്രൈവർ ഉൾപ്പെടെ 5 പേരാണ്. 4 സ്ത്രീകളും ഒരു ഡ്രൈവറുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ വടശ്ശേരിക്കര സ്വദേശികളാണ്. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചത്. ആർക്കും ഗുരുതര പരിക്കുകളില്ല. പാമ്പാടി പോലീസ് അപസ്വരിതമായി കൃത്യസമയത്തെത്തി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ എല്ലാവരും എത്തി. ഇവിടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളാണ്. അവരിതെല്ലാം അവരുടെ ലഗേജുകളൊക്കെ വളരെ കൃത്യമായി തന്നെ വാഹനത്തിൽ കയറ്റി എനിക്ക് തോന്നുന്നു അവരുടെ നാട്ടിലേക്ക് വടശ്ശേരിക്കരയ്ക്ക് കൊണ്ടുപോകാനായിരിക്കും. ഇതിപ്പോൾ വാഹനത്തിന്റെ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡ്രൈവർ ഇറങ്ങി ആ വണ്ടിയുടെ ഇഞ്ചൻ കീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് മറുവശത്ത് നിന്നുകൂടെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പകർത്താം. ഇപ്പോൾ അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ബസ് വരുന്ന ദിശയിൽ നിന്നും വന്ന വാഹനമാണ്. ലക്ഷ്മി എന്ന് പറയുന്ന ബസ് വരുന്ന ഭാഗത്തു നിന്നും വന്ന വാഹനമാണ് ഇവിടെ നിയന്ത്രണം വിട്ട് ഈ കുഴിയിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയുന്നുണ്ട് അനാവശ്യമായ ഓവർടേക്കിംഗ് ഉണ്ട്. വണ്ടി വരുന്നുണ്ടോ? ഇത് ഭയങ്കരമായിട്ട് അപകടം വിളിച്ചു വരുത്തുന്ന രീതി. ഒരു വാഹനം അവിടെ കിടക്കുന്നു, ഇതുകൊണ്ട് അതിന് നടുക്കോട്ട് കൊണ്ട് ചവിട്ടിയേക്കുന്നു. ഇതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഇത്രയും സംഭവം ഉണ്ടായിട്ടും കുത്തിക്കയറ്റിക്കൊണ്ട് വാഹനം വരുന്നത് ആണ്. വാഹനങ്ങളുടെ അശ്രദ്ധപരമായ ഡ്രൈവിംഗ് തന്നെയാണ് ഇവിടുത്തെ അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം, അല്ലെ വില്ലൻ എന്ന് തന്നെ പറയാം. എന്നെ KSRTC കണ്ടോ തള്ളി കയറ്റിക്കൊണ്ട് വരികയാണ്. അതിലെ ഇതുണ്ട്, ഇവിടെ ഒരു വണ്ടിക്കാരൻ ചവിട്ടി നിർത്തി കൊടുത്തിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് അപകടത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അശ്രദ്ധമായ വാഹന ഡ്രൈവിംഗും അപകടത്തിന് ഒരു പരിധി വരെ. ഇതെങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഡ്രൈവർ ഇറങ്ങിപ്പോയതാണോ അതോ അമിത വേഗതയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആർക്കും ഗുരുതര പരിക്കുകളില്ല. ഡ്രൈവർ അയാൾ പറഞ്ഞതോ
ആണല്ലേ? അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാമ്പാടി ചേന്നമ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. റാന്നി വടശ്ശേരിക്കര സ്വദേശികളിലാണ് ഈ വാഹനം. ചേട്ടാ, ഇപ്പൊ നിങ്ങൾ നേരെ അങ്ങ് പോകണോ? ആശുപത്രിയിലോട്ട് പോവാം. ഒരാളെ ഓർത്തോയെ കാണിക്കും. എത്ര പേരുണ്ടായിരുന്നു വണ്ടിയിൽ? 4 പെണ്ണും ഒരാണും. ചേട്ടന്റെ സ്ഥലം കറക്റ്റ് എവിടെയാ? വടശ്ശേരിക്കര ബൗണ്ടറിലാണ്. അദ്ദേഹമാണ് വാഹനം ഓടിച്ചല്ലേ? ഉറങ്ങിപ്പോകണോ? ഉറങ്ങിപ്പോകണം. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഉറക്കം ആണല്ലേ? ആണല്ലേ? അതായത് ഇത് ഡ്രൈവർ അദ്ദേഹം ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമായി അദ്ദേഹം തന്നെ പറയും നമ്മളോട് പറയുന്നത്. അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കൂടുതലായിട്ട് വെന്റിലേറ്റർ കയറ്റി. ഇന്ന് വെന്റിലേറ്റർ കയറ്റി 2-3 ആഴ്ചയായി. അവിടുന്ന് ഇന്നാണ് ഐസിയുലേക്ക് മാറ്റി. ഇവരെ കൊണ്ടങ്ങ് തിരിച്ച് വീട്ടിൽ വിട്ടിട്ട് തിരിച്ച് ചെല്ലാൻ പോയത്. ആറന്മുള. ചേട്ടന് ഡ്രൈവിംഗ് ആണോ ജോലി? ആണല്ലേ? അപകടം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാകുകയാണ്. എന്നാലും വേറൊന്നും ഗുരുത്തിന് വേറൊന്നും പറ്റിയില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം അല്ലേ? കാലിന് ചെറിയൊരു പോറൽ മാത്രം അല്ലേ? കയറിയപ്പോ ഉണ്ടായി അല്ലേ? നാട്ടുകാരൊക്കെ നല്ലവണ്ണം സഹകരിച്ചല്ലേ വാഹനം കയറാനും നിങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി? ഓട്ടോറിക്ഷ സുഹൃത്തുക്കളും എല്ലാം നമ്മുടെ പാമ്പാടിയെ സംബന്ധിച്ച് അങ്ങനെ ഇതുണ്ട്. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളൊക്കെ ഫുൾ ടൈം ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ടൊരു എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ചേട്ടാ, ദൈവാനം കൊണ്ട് വേറൊന്നും പറ്റിയില്ലല്ലോ. ഓക്കെ, ശരി. ഓക്കെ. അപ്പം ഇതിനകത്ത് ഒരാൾക്ക് കാലിന് ചെറിയ വേദന ഉണ്ടെന്ന് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ഓർത്തോയെ കാണിക്കാൻ വേണ്ടി അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ പരിക്കുകളൊന്നും ആർക്കുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ കൂടി പറയാം, പാമ്പാടി ചേന്നമ്പള്ളി കവലയ്ക്ക് സമീപം ഉണ്ടായ വാഹന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. അപ്പം അവർ തന്നെ പറയുന്നു, നാട്ടുകാർ ഇവിടെ നല്ല രീതിയിൽ അപകടം ഉണ്ടാകണമെന്ന് ഓടി വന്ന് അവരെല്ലാം കരക്കി കയറ്റാനൊക്കെ വേണ്ടി ഇവിടുത്തെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ. നമുക്കറിയാം, നമുക്കെപ്പോഴും നന്ദിയുള്ള ഒരു സമൂഹമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിന്ന് ജനങ്ങൾ പറയുന്ന ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ. നമ്മൾ എപ്പോഴും ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഈ കാറിൽ പോകുന്നവരൊന്നും പിടിച്ചു കയറ്റാനോ അല്ലെ അവനെ ആശുപത്രി കൊണ്ടുപോകാനോ ശ്രമിക്കത്തില്ല. നമ്മുടെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളാണ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുന്നത്. ഇവിടുത്തെ ചേന്നമ്പള്ളി ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് തന്നെ ഇവരെ ആശുപത്രി കൊണ്ടുപോകാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അവരെ സാന്ത്വനിപ്പിക്കാനും എല്ലാം നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. മറ്റുള്ള പരിക്കുകളൊന്നും കൂടുതലായിട്ടില്ല. അപ്പം അദ്ദേഹവും നമ്മളോട് സംസാരിച്ചു. അദ്ദേഹമാണ് വണ്ടി ഓടിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. താൽക്കാലികമായി ലൈവ് അവിടെ അവസാനിക്കുന്നു. ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.